കുടിയിൽ കുറേ കണ്ടിച്ചേമ്പ് ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിച്ചേമ്പിൻ്റെ താളെടുത്ത് നമുക്കൊരു കറി ഉണ്ടാക്കി നോക്കാം. ഞാൻ താളെടുക്കുക കേട്ടോ. ഇതിൻ്റെ താള ഞാൻ എടുത്തേക്കണത്. നമുക്കതൊന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് എടുക്കാം. അതിൻ്റെ ഇലയൊക്കെ കണ്ടിച്ചറിഞ്ഞാൽ നമുക്ക് തോലൊന്ന് കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കാം. തോല് കളയാതെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ തോല് കളഞ്ഞിട്ടാണ് എടുക്കണത്. ഹായ്, നമസ്കാരം. നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പറിച്ചെടുത്തുകൊണ്ട് വന്ന താളും മീനും കൂടി ഒന്ന് കറി വെച്ച് നോക്കാം. താള് ചെറിയ തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം. മീൻ കഴുകി വൃത്തിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. മീനും താളും കൂടി ഉപയോഗിച്ച് നമുക്കൊരു കറി ഉണ്ടാക്കി നോക്കാം. മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. ശീലാവ് മീനാണ് കേട്ടോ എടുത്തേക്കണത്. താള് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളും മീനും കൂടി ഒരു നാടൻ കറി വെച്ച് നോക്കാം. നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ബേസിൽ തീ കുറച്ച്. ഇത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള ഇട്ട് ഞാൻ എടുത്തേക്കണേ, ചെറിയ സവാള. നമുക്കിതൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളകിൻ്റെ മല്ലിപ്പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് താളിട്ട് കൊടുക്കാം. ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കണ താളിട്ട് കൊടുക്കാം. താള് വേവാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. താളൊന്ന് വേവട്ടെ. താളിൽ വെള്ളമാണ്, എന്നാലും കുറച്ച് വെള്ളം ഒഴിക്കാണ്ട് വേവില്ല. നമുക്ക് മീനൊക്കെ ചേർക്കാനുള്ളതല്ലേ. നമുക്ക് അടപ്പ് വെച്ചൊന്ന് മൂടി വേവിക്കാം. അതിന് ശേഷമാണ് നമുക്കിനി പുളിയും മീനൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. താള് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുടപ്പുളി ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ച് വേവണം. നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചാറ് നന്നായിട്ട് വറ്റി കുറുകിയെടുക്കണം. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം.